ഇതെന്നാ ചാച്ചാ തണുപ്പ് കൂടിയപ്പോ ഫ്രീസറിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന? അതെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചക്കയപ്പം ഉണ്ടാക്കേണ്ട ഒരു സാധനമല്ലേ, അതിപ്പോഴും ഇരിപ്പുണ്ടോ നോക്കിയതാ. ഇത് സംഭവമല്ലേ, നമ്മൾ ചക്കപ്പഴം വഴറ്റിയിട്ട് ഫ്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതാ. അപ്പൊ നമുക്കിപ്പോൾ ചക്കപ്പഴത്തിന്റെ സീസൺ അല്ലെങ്കിലും ഈ കുമ്പിളപ്പവും ചക്കയപ്പവും ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ആഗ്രഹം വെറുതെ ആവത്തില്ല, നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നാട്ടിലെ ഈ ചക്കയുടെ സീസൺ ഒക്കെ ആണെങ്കിൽ വീട്ടിലെ അമ്മമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ തന്നെ ചക്കപ്പഴം എടുത്തിട്ട് ഇതുപോലെ വഴറ്റി നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി ഫ്രീസ് ചെയ്ത് വെച്ചേക്കും. നാട്ടിൽ നിന്ന് വരുമ്പം പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും ചക്കപ്പഴം കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പരിപാടി ഒന്നുമില്ലെന്ന്, ഇതിനകത്ത് ഏലക്കയും ചുക്കും സാധനവും എല്ലാം ചേർത്തിട്ടാണ് വഴറ്റി ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. ജസ്റ്റ് നമ്മുടെ അരിപ്പൊടി ഒന്നിട്ട് മിക്സ് ചെയ്യുക, അങ്ങ് കുമ്പിൾ കുത്തി അങ്ങോട്ട് സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. എന്നാ മണമാന്നേ, അടിപൊളി. ആദ്യം നമുക്കൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കണേ. നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. കുമ്പിളപ്പം, പൂച്ചയപ്പം, വയനയപ്പം, വഷണയപ്പം, അങ്ങനെ പല പേരുള്ള ഐറ്റം ഇത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇതിന് പറയുന്നതെന്ന് പറഞ്ഞേക്കണേ. ഈ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെന്നെ ഓടിക്കും. കാരണം ഇതറിയാത്ത മലയാളിയൊന്നും എന്തായാലും ഈ ദുനിയാവിൽ കാണത്തില്ല. അതിപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മുടെ ഇല തീർന്നു കഴിഞ്ഞാൽ പറമ്പിലോട്ട് കയറിയിട്ട് വയനയില പറിച്ചുകൊണ്ട് വരും. ഇവിടെയാണെങ്കിൽ പറ്റത്തില്ലല്ലോ, ഇല തീർന്നു പോയി. അപ്പോൾ ബാക്കി നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെ ചൂടാ. വാ.